സോ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ ആണ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് സൈക്കോമെട്രിക് പ്രോസസ് ഇൻ എയർ കണ്ടീഷനിങ്. ഓക്കെ, അപ്പം കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ ആ ടേം കേൾക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇൻ കൂളിംഗ്. അതുപോലെ തന്നെ ഡീഹ്യൂമിഡിഫിക്കേഷൻ, അതായത് മോയ്സ്ചർ കണ്ടൻറ്റ് റിമൂവ് ചെയ്യുന്നുമുണ്ട്. നമുക്കറിയാം നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ ഹിയർ വി റെപ്രസെൻറ്റ്സ് ദി ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് ഹിയർ വി ആർ റെപ്രസെൻറ്റിംഗ് ദി ഹ്യൂമിഡിറ്റി റേഷ്യോ. ഓക്കെ, അതിൽ മോയ്സ്ചർ കണ്ടൻറ്റാണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സേ ഞാൻ 1 എന്നൊരു കണ്ടീഷനിലിരിക്കുന്ന എയറിന് 2 എന്ന് പറയുന്ന കണ്ടീഷനിലോട്ട് കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ആ പ്രോസസ്സ് സൈക്കോമെട്രിക് ചാർട്ടിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഹിയർ വി ഹാവ് പോയിൻറ്റ് നമ്പർ 1 ആൻഡ് ഹിയർ ഐ ഹാവ് പോയിൻറ്റ് 2. സോ 1 എന്ന കണ്ടീഷനിൽ നിന്ന് 2 എന്ന് പറയുന്ന കണ്ടീഷനിലേക്കുള്ള സൈക്കോമെട്രിക് പ്രോസസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു ലൈനാണ്. അപ്പോൾ അത് രണ്ട് കാര്യം വന്നിട്ടുണ്ട്. ഒന്ന്, 1ൻ്റെ ടെമ്പറേച്ചർ മുതൽ 2ൻ്റെ ടെമ്പറേച്ചർ വരെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ വാല്യൂ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1ൻ്റെ ഹ്യൂമിഡിറ്റി വാല്യൂ മുതൽ 2ൻ്റെ ഹ്യൂമിഡിറ്റി വാല്യൂ വരെ ഹ്യൂമിഡിറ്റി വാല്യൂ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടൻറ്റും റിമൂവ് ചെയ്തിട്ടുണ്ട്, അല്ലേ? ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്ന പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ വാല്യൂ കാണും, അല്ലേ? 1 എന്ന പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ വാല്യൂ കാണും. ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ 1 എന്ന കണ്ടീഷനിൽ നിന്ന് 2 എന്ന കണ്ടീഷൻ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് 2വിനേക്കാളും ലോവർ ആയിട്ടുള്ള ഒരു കൂളിംഗ് കോയിലിൽ കൂടെ ആയിരിക്കണം പാസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സേ 1ൻ്റെ കണ്ടീഷൻ 40 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അസ്യൂം ചെയ്യുക. 2 എനിക്ക് ഫൈനൽ കിട്ടിയിരിക്കുന്നത് 15 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ. സോ 40 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 15 ഡിഗ്രി സെൽഷ്യസിലോട്ട് റെഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ, സേ കണ്ടീഷൻ നമ്പർ 3, കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ ഷുഡ് ബി ലെസ് ദാൻ 15 ഡിഗ്രി സെൽഷ്യസ്. സേ ഒരു 5 ഡിഗ്രി സെൽഷ്യസ് ആണ് അസ്യൂം ചെയ്യുക. ഓക്കെ, സോ 1 എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചറായ DPTയെക്കാളും കുറവാണ് കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ എങ്കിൽ, അതായത് ഇഫ് TDB3 ഈസ് ലെസ് ദാൻ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ ഓഫ് 1, ഇതാണ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ 1 എന്ന് പറയുന്നത്. എങ്കിൽ എന്ത് സംഭവിക്കും? 40ലെ എയർ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും, സേ ഇവിടെ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചറിൻ്റെ വാല്യൂ ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ആണ് അസ്യൂം ചെയ്യുക. സോ 40 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുള്ള എയർ 5 ഡിഗ്രിയിലെ കൂളിംഗ് കോയിലൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്ത് ഏകദേശം 10 ഡിഗ്രി എത്തുമ്പോഴത്തേക്കും പിന്നീട് താഴോട്ട് അതിൻ്റെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡ്യൂ പോയിൻറ്റിൽ നിന്ന് താഴോട്ട് വരണം, അല്ലേ? സോ 1 എന്ന് പറയുന്ന പോയിൻറ്റ് 10 ഡിഗ്രി എത്തുമ്പോഴത്തേക്ക് അവിടെ ഡ്യൂസ് ഫോം ചെയ്ത് തുടങ്ങും. അതായത് ഈ എയറിൽ നിൽക്കുന്ന ഡ്യൂസ് ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് ഇതിൻ്റെ സർഫസിൽ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് റിമൂവ് ചെയ്ത് പോകും. സോ റിമൈനിങ് ആയിട്ട് ഔട്ട് വരുന്ന എയറിനകത്ത് ഡ്യൂസിൻ്റെ കണ്ടൻറ്റ് മോയ്സ്ചർ കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് 1 എന്ന പോയിൻറ്റിൽ നിന്ന് താഴേക്കുള്ള ഈ ഷിഫ്റ്റിംഗ് നടക്കുന്നത്. ഓക്കെ, 1 എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്ന് 2 എന്ന് പറയുന്ന കണ്ടീഷൻ എത്തിയപ്പോഴത്തേക്കും ഒമേഗയുടെ വാല്യൂ റെഡ്യൂസ് ചെയ്തതിന് റീസൺ ഈ പറഞ്ഞ പോലെ ഡ്യൂസ് ഇവിടെ റിമൂവ് ചെയ്ത് പോയതുകൊണ്ടാണ്. കാരണം കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ ഡ്യൂ പോയിൻറ്റിനെക്കാളും താഴെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആക്ച്വൽ സേ ഇവിടെയാണ് 3 എന്ന് പറയുന്ന കൂളിംഗ് കോയിലിൻ്റെ കണ്ടീഷനെങ്കിൽ 1 എന്ന് പറയുന്ന എയർ 3ലേക്ക് ഫ്ലോ ചെയ്യുമ്പോഴുള്ള പ്രോസസ് നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. 1 2 സേ ഞാൻ ഇവിടെ പോയിൻറ്റ് 2' എന്ന് മാർക്ക് ചെയ്യുന്നു. 1 to 2' ആൻഡ് ദെൻ 2 to 3. ഇതായിരിക്കും ആക്ച്വൽ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മൾ സിംപ്ലി 1 മുതൽ 3 വരെയാണ് ആ പ്രോസസ്സ് നടന്നത്. അതായത് 1 എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്ന് 3 എന്ന് പറയുന്ന കൂളിംഗ് കോയിലിലേക്ക് ആണ് ഫ്ലോ ചെയ്യുന്നത് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 1ൽ നിന്ന് തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇത് വരയ്ക്കാം. ഞാൻ നേരത്തെ നമ്മൾ മിക്സിംഗ് ഓഫ് എയർ സ്ട്രീമിലൊക്കെ പഠിച്ച പോലെ 1 എന്ന കണ്ടീഷനും 3 എന്ന കണ്ടീഷനും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫൈനൽ കണ്ടീഷൻ ആയിരിക്കും നമ്മുടെ 2 എന്ന് പറഞ്ഞ പോയിൻറ്റ്. ഓക്കെ, സോ 1 to 2 ഈസ് അവർ ആക്ച്വൽ എയർ കണ്ടീഷനിങ് process that happened, and 1 2-3 is the flow of air through the cooling coil. ഇനി
1 to 2 വരെയാണ് നമ്മുടെ ആക്റ്റീവ് സൈക്കോമെട്രിക് പ്രോസസ് എന്ന് പറഞ്ഞു. സേ അവിടുത്തെ എൻതാൽപ്പീസ് ഞാൻ ഒന്ന് മാർക്ക് ചെയ്യാം. H1 ആൻഡ് H2. H1 ആൻഡ് H2 ആണ് 1ലെയും 2ലെയും എൻതാൽപ്പി വാല്യൂസ്. ഈ എൻതാൽപ്പി വാല്യൂസിന് അല്ലെങ്കിൽ ഈ 1 2 എന്ന് പറഞ്ഞ പ്രോസസ്സിന് ഞാൻ അതിൻ്റെ സെൻസിബിൾ ഹീറ്റിംഗ് പ്രോസസ്സും അല്ലെങ്കിൽ ലേറ്റന്റ് ഹീറ്റിംഗ് പ്രോസസ്സും ആയിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. അതായത് ഈ ഒരു പോയിന്റ് സേ എ എന്നൊരു പോയിന്റ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. എയുടെ ടെമ്പറേച്ചറും 1ൻ്റെ ടെമ്പറേച്ചറും സെയിം ആണ്. ഓക്കെ, സോ 1 മുതൽ 2 വരെയുള്ള ഈ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നതിന് കാരണം അവിടുത്തെ സെൻസിബിൾ ഹീറ്റിൻ്റെ റിമൂവലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു അവിടെ റിമൂവ് ചെയ്തെടുത്ത എമൗണ്ട് ഓഫ് ഹീറ്റിനെ നമുക്ക് സെൻസിബിൾ ഹീറ്റ് എന്ന് പറയാം. ബിറ്റ്വീൻ 1 and 2 ഓർ A and 2, കാരണം 1ഉം Aയും ഒരേ ടെമ്പറേച്ചർ ആയതുകൊണ്ട്. അതുപോലെ തന്നെ 1 എന്ന് പറഞ്ഞ പോയിൻറ്റിൻ്റെയും A എന്ന് പറഞ്ഞ പോയിൻറ്റിൻ്റെയും ഇടയിൽ മോയ്സ്ചർ കണ്ടൻറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ റിമൂവ് ചെയ്ത ഹീറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ലേറ്റൻറ്റ് ഹീറ്റ് ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ മാത്രമായിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്, മോയ്സ്ചർ കണ്ടൻറ്റിന് ഡിഫറൻസ് ഒന്നും വരത്തില്ല. ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഫേസ് ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഹീറ്റാണ്. അതായത് വാട്ടറിൽ നിന്ന് വേപ്പറായിട്ടോ അല്ലെങ്കിൽ തിരിച്ച് വേപ്പറിൽ നിന്ന് വാട്ടറായിട്ടോ മാറുമ്പോഴത്തേക്കും നമ്മൾ ആഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യേണ്ട ഹീറ്റിനെയാണ് നമ്മൾ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. സോ 1 മുതൽ 2 വരെയുള്ള പ്രോസസ്സിനെ എനിക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. 1 to A ആൻഡ് A to 2. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ സൈക്കോമെട്രിക് പ്രോസസ്സിൽ റിമൂവ് ചെയ്തിട്ടിരുന്ന ടോട്ടൽ ഹീറ്റ് റിമൂവ്ഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? H1 മൈനസ് H2 ആയിരിക്കും. 1 എന്ന് പറയുന്ന കണ്ടീഷനുള്ള എയറിൽ നിന്നും എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിമൂവ് ചെയ്താലാണ് എനിക്ക് 2 എന്ന് പറയുന്ന കണ്ടീഷൻ കിട്ടുന്നത്. ഇസ് ഈക്വൽ ടു H1 മൈനസ് H2. ദെൻ ഇതിനിടയിൽ നമ്മളൊരു പുതിയ പോയിൻറ്റും കൂടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, എ എന്നൊരു പോയിൻറ്റ്, സേ HA. സോ ഈ ഒരു എൻതാൽപ്പി ഈ ഒരു എൻതാൽപ്പി ആക്സിൽ എനിക്കിങ്ങനെ എഴുതാം H1 മൈനസ് H2 ഇസ് ഈക്വൽ ടു H1 മൈനസ് HA പ്ലസ് HA മൈനസ് H2 അല്ലേ? H1 മൈനസ് H2 ഇസ് ഈക്വൽ ടു H1 മൈനസ് HA പ്ലസ് HA മൈനസ് H2. ഇനി H1 മൈനസ് HA എന്താണ്? 1 എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെയും A എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെയും ഇടയിൽ റിമൂവ് ചെയ്ത എൻതാൽപ്പിയാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു ദി ലേറ്റൻറ്റ് ഹീറ്റ് പ്ലസ് HA മൈനസ് H2 വെച്ചാൽ എന്താണ്? A എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെയും 2 എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ഇടയിൽ റിമൂവ് ചെയ്ത ഹീറ്റ് എനർജിയാണ്. ദാറ്റ് ഈസ് എയുടെയും 2ൻ്റെ ഇടയിൽ റിമൂവ് ചെയ്ത ഹീറ്റ്. വി ഹാവ് സെൻസിബിൾ ഹീറ്റ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ്റെ പ്രോബ്ലം വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 1 is the atmospheric condition, 3 is the cooling coil condition. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫൈനൽ കണ്ടീഷൻ 2, റൂം കണ്ടീഷൻ അല്ലെങ്കിൽ ഡിസൈൻ കണ്ടീഷൻ 2 ആയിരിക്കും കിട്ടുന്നത്. 1 to 2 വരെ നമ്മൾ റിമൂവ് ചെയ്യുന്ന ഹീറ്റിനകത്ത് 2 പാർട്ടാണുള്ളത്. ഒന്ന് അതിൻ്റെ സെൻസിബിൾ ഹീറ്റും ഒന്ന് അതിൻ്റെ ലേറ്റൻറ്റ് ഹീറ്റും. ഓക്കെ, ഇവിടെ സെൻസിബിൾ ഹീറ്റിന് ശേഷം ആ ഒരു ഡീഹ്യൂമിഡിഫിക്കേഷൻ സംഭവിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ 1 എന്ന് പറയുന്ന കണ്ടീഷൻ്റെ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചറിനേക്കാളും താഴെ ആയതുകൊണ്ടാണ്. ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചറിനേക്കാളും താഴെയുള്ള ടെമ്പറേച്ചർ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എയർ ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ 5 ഡിഗ്രി എത്തുമ്പോഴത്തേക്ക് എന്തായി? അത് ഡ്യൂസ് ഫോം ചെയ്ത് തുടങ്ങും. ടെമ്പറേച്ചറും കുറേ, അതുപോലെ ഡ്യൂസും ഫോം ചെയ്ത് തുടങ്ങും. സോ പുറത്ത് വരുന്ന എയറിനകത്ത് കമ്പാരിറ്റീവ്ലി മോയ്സ്ചർ കണ്ടൻറ്റ് കുറവായിരിക്കും. ക്ലിയർ? ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടേം കൂടെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം, സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ. സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റേഷ്യോ ഓഫ് സെൻസിബിൾ ഹീറ്റ് ടു ടോട്ടൽ ഹീറ്റിനെയാണ് നമ്മൾ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഈ എക്സാമ്പിളിൽ സെൻസിബിൾ ഹീറ്റ് ടു ടോട്ടൽ ഹീറ്റ്, ആ റേഷ്യോയാണ് നമ്മൾ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. SHF എന്ന് റെപ്രസെൻറ്റ് ചെയ്യും.